ഗൈസ്, അപ്പം നമ്മുടെ ഒരു ഈവനിങ് കാഴ്ചയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ മയിൽ എന്ന് പറയുന്നത് ഭയങ്കര സുപരിചിതമായിട്ടുണ്ടല്ലേ. പണ്ടൊക്കെ ആയിരുന്നു മയിലിനെ കാണുമ്പോൾ നമ്മളെല്ലാവരും ഓടിക്കൂടും. ഇപ്പോഴും അങ്ങനെ ഓടിക്കൂടാറുണ്ട്. ആ ഒരു ഓടിക്കൂടലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പറമ്പിൽ ഒരു 5-6 മയിലുകൾ വന്നിട്ടുണ്ടായി കേട്ടോ. അതിലിതേ ഒരുത്തൻ വലിയവനായിരുന്നു. കൂടെ തന്നെ ഉണ്ടായ ആൾ അത്ര വലുതല്ല, കുഞ്ഞായിരുന്നു കേട്ടോ. ഈ മയിലിൻ്റെ കാര്യത്തിൽ പെണ്ണിനേക്കാളും ഭംഗി ആണ് തന്നെയാണല്ലേ. എന്ത് ഭംഗിയാണ് അവരുടെ ആ കഴുത്തും ആ പീലിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ ഇതൊരു സ്ഥിരം കാഴ്ച തന്നെയാണ്, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമായിട്ട് പറമ്പിലെ എവിടെയെങ്കിലും ആയിട്ട്. പക്ഷേ ഇതുപോലെ വലിയ മയിലുകൾ കുറവാണ്, വരുത്ത് കുറവാണ്. പക്ഷേ എപ്പോഴും ഈ പെൺമയിലുകൾ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കിങ്ങനെ മയിലിനെ കാണുമ്പോൾ വലിയൊരു ആശ്ചര്യമൊന്നുമില്ല. ഇവരെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണെങ്കിൽ ഇവർ വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഭയങ്കര വരൾച്ചയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നൊന്നും അറിയില്ല. കാരണം ഈ വരണ്ട പ്രദേശങ്ങളിലേക്കാണ് മയിലുകൾ പോകുന്നതെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതിപ്പോൾ നല്ല രസകരമായ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. മയിൽ നമ്മളെ വീടിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കൊത്തിപ്പെറുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ പൂച്ചതെ പിറകിലേ പോയിട്ട് മയിലിനെ ഓടിച്ചു വിടുകയാണ് കേട്ടോ. നിങ്ങളുടെ എത്ര പേരുടെ വീട് വളപ്പിൽ ഇതുപോലെ മയിൽ വരാറുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്തായാലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരുടെ വീട് വളപ്പിലൊക്കെ ഇതുപോലെ മയിൽ വന്നിട്ടുണ്ടാകും. ആ പീലിയുടെ ഒക്കെ നീളം നോക്കിയല്ലേ, ഒരു പീലി ഇവിടെ പോയി ചുറ്റിട്ടുണ്ടെങ്കിൽ മയിലിപ്പോൾ ഓടിയല്ലേ. ആരെ കണ്ടിട്ടാ? ദേ നമ്മുടെ പടനായകനായ പൂച്ചനെ കണ്ടിട്ട് പിറകിലേ ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയല്ല. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ടാറ്റ ബൈ, ലവ് യു ഓൾ.